എല്ലാവർക്കും നമസ്കാരം. കേരള ഹിസ്റ്ററിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള കയ്യൂർ സമരത്തെ പറ്റി നോക്കാം. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 28. 1941 മാർച്ച് 28-നാണ് കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ് 1939 പാറപ്പുറത്താണ്. 1939 പാറപ്പുറം, നിലവിൽ കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? സുബ്ബരായൻ. സുബ്ബരായൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരെ പോലീസിന്റെ പിടിയിലായി. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിൽ അപ്പു, പെടവര കുഞ്ഞമ്പു നായർ, കോയത്താട്ടിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയായിരുന്നു. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയ തീയതി 1943 മാർച്ച് 29. ദ കയ്യൂർ ഹീറോസ് എന്ന പുസ്തകം PC ജോഷിയുടെയാണ്. ദ കയ്യൂർ ഹീറോസ് എന്ന പുസ്തകം PC ജോഷി എഴുതിയതാണ്. അടുത്ത ചോദ്യമായിട്ട്, കയ്യൂർ സമരം നടന്ന നദീതീരം കരിയങ്കോട് നദിയാണ്. കയ്യൂർ സമരം കരിയങ്കോട് നദീതീരത്താണ് നടന്നത്. കാസർഗോഡ് ജില്ലയിലാണ് കരിയങ്കോട് നദി. തേജസ്വിനി നദി എന്നും അറിയപ്പെടുന്നത് കരിയങ്കോട് നദിയാണ്. തേജസ്വിനി നദി കരിയങ്കോട് നദിയാണ്. തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? കന്നഡ സാഹിത്യകാരനായിട്ടുള്ള നിരഞ്ജനയാണ് തേജസ്വിനി എന്ന് കരിയങ്കോട് നദിയെ വിശേഷിപ്പിച്ചത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് EK നായനാർ. EK നായനാറാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. നിരഞ്ജനയുടെ ഒരു നോവലാണ് ചിരസ്മരണ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് നിരഞ്ജന ആ ഒരു നോവൽ രചിച്ചത്. നോവലിന്റെ പേരെന്താണ്? ചിരസ്മരണ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേര് മീനമാസത്തിലെ സൂര്യൻ. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് AV കുഞ്ഞമ്പു രചിച്ച കൃതി ഏതാണ്? കയ്യൂരും കരിവെള്ളുവരും. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു ആണ്. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ചാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന ഈ ഒരു കൃതിയിൽ AV കുഞ്ഞമ്പു പരാമർശിക്കുന്നത്. കയ്യൂർ സമര ചരിത്രം രചിച്ചത് VV കുഞ്ഞമ്പു ആണ്. VV കുഞ്ഞമ്പു രചിച്ചതാണ് കയ്യൂർ സമരചരിത്രം. കയ്യൂർ സമരചരിത്രം രചിച്ചത് VV കുഞ്ഞമ്പു ആണ്. 2016 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമരമാണ് കയ്യൂർ സമരം. 2016 75-ാം വാർഷികം ആഘോഷിച്ചത് കയ്യൂർ സമരമാണ്. സോ ഫ്രണ്ട്സ്, കയ്യൂർ സമരത്തെ പറ്റി ചെറുതായിട്ടൊന്ന് റാങ്ക് ഫയലിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസിനും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി വേണമെന്ന ആഗ്രഹമുള്ള ടോപ്പിക്സൊക്കെ എന്നെ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.